ശിവപ്രിയ. അലയും കാറ്റിൻ ഹൃദയം അരയാൽ കൊമ്പിൽ തേങ്ങി ഓലപ്പുടവത്തുമ്പിൽ പാടം കണ്ണീരും രാമായണം കേൾക്കാതെയാൽ പൊന്മൈനകൾ മിണ്ടാതെയാൽ അലയും കാറ്റിൻ ഹൃദയം അരയാൽ കൊമ്പിൽ തേങ്ങി. പൈകിടാവേ നിന്നു ആൽമണം വീണലിഞ്ഞു. പൈകിടാവേ നിന്നു ആൽമണം വീണലിഞ്ഞു. യാത്രയായി ഞാറ്റുവേലയും ആത്മസൗഹൃദം നിറഞ്ഞൊരു സൂര്യനും അലയും കാറ്റിൻ ഹൃദയം അരയാൽ കൊമ്പിൽ തേങ്ങി. വൈദേഹി പോകയായി മനവാസകാലമായി. വൈദേഹി പോകയായി മനവാസകാലമായി. രാമരാജധാനി വീണ്ടും ശൂന്യമായി വിമോഖയായി സരയൂ നദി. അലയും കാറ്റിൻ ഹൃദയം അരയാൽ കൊമ്പിൽ തേങ്ങി. ഓലപ്പുടവത്തുമ്പിൽ പാടം കണ്ണീരൊപ്പി. രാമായണം കേൾക്കാതെയാൽ പൊന്മൈനകൾ മിണ്ടാതെയാൽ അലയും കാറ്റിൻ ഹൃദയം അരയാൽ കൊമ്പിൽ തേങ്ങി. Excellent, very nice. ശിവപ്രിയ, നന്നായി പാടാൻ പറ്റുമോ? കുഴപ്പമില്ലാതെ പാടി. ഓക്കെ,
നമുക്ക് ചോദിക്കാം. പിന്നെ ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നോ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒന്ന് ഈ പാട്ട് ഭയങ്കര അസാധ്യ ഫീൽ. പാട്ടിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല ഫീലോട് കൂടി പാടുക എന്നുള്ളതാണ്. കാരണം ആ സിനിമയുടെ സിറ്റുവേഷനും പാടിയിരിക്കുന്നതും എല്ലാം അതുപോലെ. അപ്പൊ ഈ പാട്ടിൽ ഫസ്റ്റ് നമ്മളത് കൊടുക്കേണ്ടത് അതിന്റെ ഫീല്. എനിക്ക് ശിവപ്രിയ പാടിയ ഫീല് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് സാറ് പറഞ്ഞ പോലെ മറ്റേ ക്രഷൻഡോ ഡിക്രഷൻഡോ ഒക്കെ അതൊക്കെ നന്നായിട്ട് കൊടുത്തു. അതൊക്കെ ഒരുപാട് പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ, ഒരുപാട് പാടുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ഒരു വലിയ കാര്യമാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്താലോ അതൊന്നും കിട്ടുന്ന കാര്യമല്ല. ഹൃദയത്തിൽ നിന്ന് പാടുക എന്നുള്ളത് നമ്മൾ കൊണ്ട് ഒരിക്കലും പഠിപ്പിച്ചു കൊടുക്കാനോ പറഞ്ഞു കൊടുക്കാനോ പറ്റത്തില്ല. അത് നമ്മളായിട്ട് ഉൾക്കൊണ്ട് പാടുന്ന ഒരു കാര്യമാണോ ഈ ഫീൽ എന്ന് പറയണത്. അത് ശിവപ്രിയ ഇന്ന് നന്നായിട്ട് ചെയ്തു. എനിക്ക് തോന്നിയതാട്ടോ ഞാൻ പറഞ്ഞ. പല ഏരിയയും വളരെ, അതായത് ശിവപ്രിയ പാടുമ്പം ആ പ്രത്യേകിച്ച് രാമായണം കേൾക്കാതെയായി ഒരു ഗദ്ഗതം എനിക്ക് ഫീൽ ചെയ്തു. തേങ്ങിയതിലൊക്കെ ഒരു ഭയങ്കര ഒരു ഗദ്ഗതം. എന്നാ വെളിയിൽ അത് കാണിക്കുന്നില്ല, എന്നാ ഉള്ളില് തറച്ചിങ്ങനെ പാടില്ലേ. ഫീൽ ചെയ്തു. പോരെ പോരെ അല്ലേ സാറേ? സാറ് പറഞ്ഞു. എന്താ സംശയം? നമുക്ക് ആ സിനിമയിൽ ഒരു ഫീൽ ഉണ്ട്. ദാസേട്ടൻ അതിമനോഹരമായിട്ട് ആ സിറ്റുവേഷനിൽ പാടിയിട്ടുള്ള ഒരു പാട്ട് മമ്മൂക്കയുടെ കൂടെ. പക്ഷേ ആ പിക്ചറിലുള്ളതിനേക്കാൾ എന്തോ ഒരു ഭയങ്കര ഇമോഷണൽ കണ്ടന്റ് അതിലുണ്ടെന്ന് എനിക്ക് ശിവപ്രിയ പാടിയപ്പോൾ തോന്നി. കവികൾ പലപ്പോഴും ഒരു ക്രിയേറ്റർ ഒരു സാധനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു ഫീൽ ഉണ്ട്. എസ് പി വെങ്കടേഷ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിലൊരു ഫീൽ ഉണ്ടാവും. പക്ഷെ എപ്പോഴും പാട്ടുകാർ പാടുമ്പോൾ ആ ഫീലൊക്കെ കൊണ്ടുവരുമെങ്കിലും അതിന്റെ മേലെ ഒരു ഫീൽ കൊടുത്തു. അത് അവിടെ ഒരു ക്രിയേറ്റീവ് ഫീൽ യു ഹാവ് മെയ്ഡ് ഇറ്റ്. അത് വളരെ ആവശ്യമാണ് പാട്ടിന്. അതുകൊണ്ട് പല സ്ഥലത്തും നമുക്കിതിൽ അത് പറയണല്ലോ. ചില സ്ഥലത്ത് നമ്മൾ ഇമോഷണലായിട്ട് പാടുമ്പോൾ കുറച്ച് പിച്ചിന്ന് കുറച്ച് ചാടാൻ, പിച്ച് പിന്നെ വോയിസ് കുറച്ച് കൺട്രോൾ. അത് ഞാൻ എസ്പെഷ്യലി വൈദേഹി പോകയായിന്ന് ഫസ്റ്റ് ടൈം പാടിയപ്പോൾ ആഹാ എന്ന് പറഞ്ഞു. സെക്കൻഡ് ടൈം പാടിയപ്പോൾ വല്ലാണ്ട് ആഹാ ആക്കാൻ നോക്കിയപ്പോൾ അതൊന്ന് പറഞ്ഞിട്ടൊരു ചെറിയ വിറച്ചു പോയി. അത് കുഴപ്പമില്ല. അല്ല, ഒരു ഫീൽ ഉണ്ടാകുമ്പോൾ വിറച്ചില്ലോ. നമ്മൾ കരയുമ്പോൾ കൺട്രോൾ ചെയ്തിട്ട് സ്വീറ്റ് ആയിട്ട് ലതാ മങ്കേഷ്കറിന്റെ പോലെ കരയാൻ പറ്റുമോ എല്ലാവർക്കും? നമ്മൾ കരയുമ്പോൾ അപശബ്ദങ്ങൾ ഉണ്ടാവും. അതിൽ ഒന്നായിട്ട് കണക്കാക്കിയാൽ മതി. പിന്നെ ഇതിൽ ടോട്ടലി നന്നായിരുന്നു. നല്ലൊരു പാട്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് തുടങ്ങുമ്പോൾ നമ്മളെപ്പോഴും ആ ഇതിലൊരു നോട്ട് കിട്ടാൻ സ്വല്പം ബുദ്ധിമുട്ടുണ്ട്. അവിടെ കുറച്ച് തപ്പുന്നുണ്ടായിരുന്നു. അവസാനം വന്നപ്പോൾ കറക്റ്റായി. അലയും കാറ്റിൻ അത്രേ ഉള്ളൂ. അത് കറക്റ്റ്. ആ ടിൻ എന്ന് പറയുന്നത് കറക്റ്റ് നോട്ടിൽ വീഴണം. അതിങ്ങനെ അതെത്തണമെങ്കിൽ ഒന്ന് കാന്ന് ടിന്നിലേക്ക് ഒന്ന് ചെറുതായിട്ട് നമ്മൾ നരങ്ങിയെത്തിയാൽ മതി. പെട്ടെന്ന് ഡോട്ടിൽ കുത്തണ പോലെ വേണ്ട. ഒന്ന് ചെറുതായിട്ട് ആ ഡോട്ടിന്റെ ഇപ്പുറത്ത് ഒന്ന് തൊട്ടിട്ട് അതിലേക്ക് എത്തിക്കുക. അപ്പൊ കറക്റ്റ് ലാൻഡ് ചെയ്യും. അത് മാത്രമാണ് ഒരു ചെറിയ കുഴപ്പം. അതൊക്കെ നിങ്ങൾ ഫർദർ ഫ്യൂച്ചറിൽ ശ്രദ്ധിക്കുക. അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വെരി നൈസ്. ബ്യൂട്ടിഫുൾ. ഇത്രയും ഈ പറയുന്ന പോലെ എനിക്കും അതേ സെയിം ഇമോഷൻ എനിക്ക് ഇവിടെ ഇമോട്ട് ചെയ്ത് കിട്ടി. എനിക്ക് പറയാനുള്ള അനുപലവിയും ചരണവും നമ്മൾ കുറച്ചു കാലം മുമ്പ് നമ്മൾ ആ ഒരു ബ്രെത്തിന്റെ കാര്യം പറഞ്ഞില്ല. ആ ബ്രെത്തിന്റെ പ്രശ്നമാണ് ഇവിടെ. യാത്രയായി ഞാറ്റുവേലയും രാമരാജധാനി വീണ്ടും വന്നപ്പോഴും എനിക്ക് തോന്നുന്ന ശിവപ്രിയ കറക്റ്റ് ആയിട്ട് പാടുണ്ട്. പക്ഷെ അത് മുറിക്കേണ്ട സ്ഥലം എവിടെയാണെന്ന് മനസ്സിലാവാത്ത കൊണ്ടുള്ള ഒരു ചെറിയൊരു ഇതാണ്. കറക്റ്റ് മുറിച്ചോണ്ടിരുന്നതാ. ഇപ്പൊ മുറിച്ചത് ഇച്ചിരി ഇങ്ങോട്ട് മാറി. അപ്പൊ ഞാൻ കേട്ടത് ശരിയായിരുന്നു. അല്ല, അവര് മുറി മാറി കയറി. അത് ഈ കോമ്പറ്റീഷൻ സ്റ്റേജ് ആയതുകൊണ്ട് ഈ പിള്ളേർക്ക് നടക്കുന്ന ഒരു കാര്യമാണ് അത്, അല്ലേ? ഇവർ ഇത് തന്നെ ഇപ്പം വെളിയിൽ പാടുകയാണെങ്കിൽ ഇവർക്ക് മുറി മാറി കേറില്ല. അപ്പൊ ഇതിപ്പോ അതാണ് പറ്റിയത്. അപ്പൊ ഏതെങ്കിലും വിച്ചെവർ യു ക്യാൻ സിംഗ് ഒരു 2 ലൈൻ ഒന്ന് പാടുക. മുറിക്കാണ്ട് എങ്ങനെ വിചാരിച്ചോ അങ്ങനെ. പാൽമണം വീണലിഞ്ഞു യാത്രയായി ഞാറ്റുവേലയും. എവിടെ മുറിച്ച്? മുറിച്ചില്ല. മുറിക്കൂല. അത് മുഴുവൻ പറയണതിന് മുമ്പ് അല്ലെങ്കിൽ വീണ് അലിഞ്ഞുവിന് തൊട്ട് മുമ്പായിട്ട് എവിടെയെങ്കിലും എടുക്കണം. അല്ലെ യാത്രയെ കഴിഞ്ഞിട്ട് അതിന് മുന്നേ എടുത്തോണ്ടിരുന്നത്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും അത് ഓർക്കാതെ
ഒരേ ശ്വാസത്തിൽ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാ- ശ്വാസത്തിൽ എടുത്തു പോകുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മേലെ ഏറ്റക്കുറച്ചിലും ഇതും താഴേക്ക് ബിക്കോസ് യു ഡൂയിങ് ദ ഡീക്രഷൻഡോ അതെ. എൻക്രഷൻഡോ തിങ്. അത് ചെയ്യുമ്പോ ഈ സാധനം വരുമ്പോഴത്തേക്കും അവിടെ വല്ലാണ്ട് ഒരു വിബ്രാറ്റോ ഫീൽ Shivering, ചെയ്യുന്നുണ്ട് വിച്ച് ഇസ് കുറച്ചൊരു ഡിം ആക്കുന്നുണ്ട്. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഈ യാത്രയായി ഞാറ്റുവേലയ്ക്ക് ഇടയില് ശ്വാസം എടുത്തെന്ന് വെച്ചാൽ ശിവപ്രിയനെ ആരൊന്നും പറയാൻ പോകുന്നില്ല. ഇറ്റ്സ് ഓക്കെ, നോട്ട് എ പ്രോബ്ലം. മനസ്സിലായോ? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഓരോരുത്തരുടെ സിംഗിങ് സ്റ്റൈല് ഡിഫറെന്റ് ആണ്. തനിക്ക് എന്തായാലും അത് ഇമോട്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞു. രഞ്ജിനി ഇവിടെ- മുറിക്കുന്നതില് ഇതില് വേറൊരു ടെക്നിക്ക് ഉണ്ട് കേട്ടോ. ഈ യാത്രയായി കഴിഞ്ഞിട്ട് ഞാറ്റുവേലയും പണ്ട് നമ്മൾ മൈക്കില്ലാണ്ട് പാടുവാണെങ്കിൽ മുറിക്കാതെ പാടാൻ ശ്രമിച്ചേ പറ്റൂ. ഇത് മൈക്ക് ഡിലേ റിവേർബ് എല്ലാം ഉണ്ട്. യാത്രയായി കഴിഞ്ഞിട്ട് ശ്വാസം എടുത്ത് ആരും അറിയാൻ പോകുന്നില്ല. യാത്രയായി എന്നൊക്കെ അതാണ് എടുക്കും അത്. പറയുന്നത്. യാത്രയെ ഞാറ്റുവേല ഡു യു നോ സം പീപ്പിൾ, സം സിംഗേഴ്സ് ദാറ്റ് ഐ നോ, ഞാൻ പേര് പറയുന്നില്ല, ഞാറ്റുവേലയുടെ ഇടയിൽ മുറിക്കും. അറിയും പോലും ഇല്ല നമ്മൾ ആയിന്റെ ഇടയിൽ അവർ മുറിക്കുന്നത്, അവർ ശ്വാസം എടുക്കുന്ന അറിയുന്നില്ല. ഞാൻ മുറിക്കുന്നതേ രഞ്ജിനി ഏറ്റവും കൂടുതൽ ഇത്ര ആരും അറിയാതെ ചെയ്യുന്ന, ഇത്ര ടെക്നിക്കലായിട്ട് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ചിത്ര ചേച്ചി. അത് എങ്ങനെയാ ഇതൊക്കെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലാണ്ട് ഇത് മനുഷ്യത്തെയാണോ? നമ്മളൊക്കെ മനുഷ്യരല്ലേ, നമുക്ക് ശ്വാസമൊക്കെ മുട്ടും, ഈ ഏരിയയിലൊക്കെ ശ്വാസമൊക്കെ മുട്ടും. ഞാറ്റുവേല അങ്ങനത്തെ ചില ടെക്നിക്സ് നമ്മൾക്ക് കേക്കില്ല. അതിരുന്ന് ആലോചിച്ചിട്ട് അത് കേട്ട് പഠിക്കുന്ന രസമായിരിക്കും. ചിലർ ഞാറ്റുവേല ഇപ്പോഴും എൻ്റെ കൂടെ എൻ്റെ കോവർക്കേഴ്സിന്റെ കാര്യമാണ് പറയണത്. അവർ സ്റ്റേജിൽ ഇത് മുറിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതൊന്ന് ശ്രമിച്ചു നോക്കും. മേ ബി ഇത് കഴിഞ്ഞിട്ട് മുഫീർ അധികം ചോദിച്ചിട്ട് എവിടെയാ മുറിക്കട്ടെ. പക്ഷെ അല്ലെങ്കിൽ എനിക്കൊന്നും പറയാൻ കേട്ടോ. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. നമുക്ക് മാർക്സിലേക്ക് കടന്നാലോ? അപ്പൊ ശിവപ്രിയ, യുവർ മാർക്ക് ഈസ് 95 out of 100. God bless you. Wonderful, ശിവപ്രിയ. ആദ്യത്തെ റൗണ്ടിൽ സെമി ഫൈനലിന്റെ ആദ്യത്തെ റൗണ്ടിൽ 95 on 100 ആണ് ലഭിച്ചിരിക്കുന്നത്. അടിപൊളി. അടിപൊളി. ശിവപ്രിയ പാടുന്നതിന് മുമ്പ് കരയാൻ റെഡി ആയിട്ട് വന്നേക്കാന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും പാട്ട് കേട്ട് എല്ലാവരും ഇമോഷണൽ ആയി, നല്ല മാർക്സ് കിട്ടി. അപ്പൊ എന്തായാലും സെമി ഫൈനലിൽ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് 2 റൗണ്ടുകൾ മാത്രം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. നമ്മുടെ